നിലമ്പൂര് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ നിന്ന് മാറുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇനി ഒരു വിഷമം തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ശക്തി പാർട്ടിക്കുള്ളിൽ ക്ഷയിച്ചു തുടങ്ങി എന്നൊക്കെ പറയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഉപതിരഞ്ഞെടുപ്പ് നിർണായകമായിട്ടുള്ള ഒരു ഉപതിരഞ്ഞെടുപ്പാണ് എന്നും പറഞ്ഞു വയ്ക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണോ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തി ക്ഷയിച്ചിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്വരാജിനെ ജയിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ ഒരു ഉപതിരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി ഇത്രയേറെ അവിടെ എന്താ പറയാ തന്റെ സാന്നിധ്യം ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? ക്യാമ്പ് അടിച്ച് ചെയ്യുന്നത് അല്ലെ, ക്യാമ്പ് ചെയ്ത് ചെയ്യുന്നത്. അതായത് ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഒന്ന്, പിണറായി വിജയൻ തന്നെ കണ്ടെത്തിയ സ്ഥാനാർത്ഥി എം സ്വരാജ്. മലപ്പുറം പോലൊരു സ്ഥലത്ത് പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ താൻ കണ്ടെത്തിയത് ഒരു ക്രെഡിറ്റ് ആണെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. രണ്ട്, ഈ പറയുന്ന രീതിയിൽ ഒരു 3 ദിവസത്തിന് മുന്നേ ഇദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയായി നിർണയിക്കുന്നതിന് 3 ദിവസത്തിന് മുന്നേ തന്നെ ഇദ്ദേഹത്തിനൊപ്പം തന്നെ പാർട്ടിയിലുള്ള സഖാക്കളായിട്ടുള്ള ഒരേ സമയത്ത് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വന്ന എം പി രാജേഷ്, കെ എൻ ബാലഗോപാല്, രാജീവ് തുടങ്ങിയിട്ടുള്ള സഖാക്കൾ ഞങ്ങളെ മുഹമ്മദ് റിയാസിന് കൊടുക്കുന്ന പ്രാധാന്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പാർട്ടിയുടെ എത്തേണ്ട സെന്ററിൽ, പാർട്ടിക്ക് സെന്റർ ഉണ്ട്, പാർട്ടിയുടെ ഘടകമുണ്ട്, അവരുള്ള ഘടകങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മുതൽ തന്നെ എം പി രാജേഷ് താൻ മാറ്റി നിർത്തപ്പെട്ടു, താൻ CC-യിലേക്ക് എത്തിയില്ല എന്നൊരു അദ്ദേഹത്തിന്റെ ഒരു വിലാപം, അദ്ദേഹത്തിന്റെ ഒരു വിഷമം അദ്ദേഹം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരിണിത ഫലമായിട്ടാണ് സംസ്ഥാന സമിതി അംഗമായ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ, സംസ്ഥാന സമിതിയല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിനെ ഒരു സ്ഥാനാർത്ഥിയാക്കുന്നത്. ഈ കുറെ നാളുകളായിട്ട് എം സ്വരാജിനെ പറ്റി യാതൊരു വിവരം ഉണ്ടായിട്ടില്ല. അല്ല, എം സ്വരാജ് തൃപ്പൂണിത്തുറ തോറ്റു. എം സ്വരാജ് തൃപ്പൂണിത്തുറ തോറ്റതെന്ന് വെച്ചാൽ ഈ ബാബുവിന്റെ വോട്ടേഴ്സ് സ്ലിപ്പിനോടൊപ്പം തന്നെ ശബരിമല അയ്യപ്പന്റെ പടം വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എം സ്വരാജിന്റെ ഒരു വിവാദ പ്രസ്താവന ഉണ്ടായിരുന്നു. എം സ്വരാജ് ഒരു ബുദ്ധിജീവിയാണ്. അതായത് CPM-നകത്ത് കാലാകാലങ്ങളിൽ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിജീവി പരിവേഷം അവർ ഒരാൾക്ക് ഇട്ടുകൊടുക്കും. ബുദ്ധിജീവി എന്ന് പറയപ്പെടുന്ന ഒരാൾ, ബുദ്ധിജീവി എന്ന് ഇവർ തന്നെ ഒരു പരിവേഷം കൊടുക്കും. അങ്ങനെ ഒരു പരിവേഷം കൊടുത്ത്, എന്നാൽ അതിൽ ബുദ്ധിജീവികളും ഉണ്ട് താനും. ഇപ്പൊ തോമസ് ഐസക്കിന് എന്താ ഒരു കുറവ്? തോമസ് ഐസക്ക് തലയുള്ള ആളാണ്. തോമസ് ഐസക്കിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ തോമസ് ഐസക്ക് ഏറ്റവും മികവാർന്ന ഒരാളാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ സ്വരാജിനെ കുറെ നാളുകളായിട്ട് സ്വരാജിന്റെ പേരൊന്നും കേൾക്കുന്നില്ല. സ്വരാജ് എവിടെ ഉണ്ടെന്ന് പോലും അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. സ്വരാജ് ഇവിടെ ദേശാഭിമാനിയുടെ റെസിഡന്റ് ആയിക്കോട്ടെ, പക്ഷേ പ്രകടമായിട്ടും പൊതുമണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന്റെ പേരുകൾ സാധാരണ വരുന്നവരെ അപേക്ഷിച്ച് കുറവായിരുന്നു. ആ സ്വരാജിനെ നിലമ്പൂര് മത്സരിപ്പിക്കാനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്ന രീതിയിലേക്ക് പോവുക. എം സ്വരാജിനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയുണ്ട്. ഇപ്പൊ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോ ചിന്ത ഭാസ്കരന്റെ കാര്യം പറഞ്ഞു. ഭാസ്കരൻ ഒരു സമയത്ത് DYFയുടെ നേതാവായിരുന്നു. ഭാസ്കരന് എഴുതാനുള്ള കഴിവുണ്ട്, ഭാസ്കരൻ എഴുതിക്കോട്ടെ എന്ന് EMS പറഞ്ഞിട്ടുണ്ടാകാം. ബേബി ഇതുവരെ ഇവിടെ പോയിരുന്നു. MA ബേബി ഇതുവരെ ഇവിടെ പോയിരുന്നു. സഞ്ജയ് നോക്കി കിടക്കുന്ന ബുദ്ധിജീവി ബേബി എവിടെ പോയിരുന്നു? ബേബിയെ 2 തവണ പാർലമെന്ററി തലത്തിൽ നിർത്തി. ബേബി പരാജയമാണെന്ന് പാർട്ടിക്ക് മനസ്സിലായി. ഇപ്പം ബേബി പറയുന്നത് തന്റെ സ്വന്തം നാടായ കുണ്ടറയിൽ കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ എന്നൊരു വർത്തമാനം ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് പ്രേമേന്ദ്രനോട് തോറ്റു. NK പ്രേമേന്ദ്രനോട് ബേബി തോറ്റതൊരു വൻ പരാജയമാണ്. കാര്യം പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് കൊല്ലത്ത്, അവിടെയാണ് തോറ്റത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ പാർട്ടിക്ക് ഒരു നിരീക്ഷണമുണ്ട്. അത് ഒരു ബ്രാഞ്ച് അംഗമായിരുന്നാലും ആ ബ്രാഞ്ച് അംഗം മുതൽ അങ്ങ് പോളിറ്റ് ബ്യൂറോ മെമ്പറായ പോളിറ്റ് ബ്യൂറോയിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളിനെ വരെ പാർട്ടിയെ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു 3-ാം കണ്ണുണ്ട്, ഒരു നിരീക്ഷണ കണ്ണുണ്ട്. ആ നിരീക്ഷണ കണ്ണിന്റെ വലയത്തിലായിരിക്കും അയാൾ. പാർട്ടി മെമ്പറാണ് X or Y, അയാളെ നിരീക്ഷിച്ചിരിക്കുക. അത്തരത്തിൽ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയിൽ ഒരാൾ തന്നെയാണ് എല്ലാവരും. പിണറായി വിജയൻ പോലും ആരും പാർട്ടിക്ക് അതീതരല്ല. ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് ബേബി ലോക പരാജയമായതുകൊണ്ട്, പരാജയമാണെന്ന് മനസ്സിലായതുകൊണ്ട്, ഞാനിങ്ങനെ അറിയില്ല, ബേബി ബുദ്ധിജീവിയാണ്. അങ്ങനെയല്ല, ബുദ്ധിജീവിയാണ്. പക്ഷെ കുണ്ടറയിലെ വിഷയം പറഞ്ഞ അദ്ദേഹം ഒരു പ്രേമേന്ദ്രനെ പറഞ്ഞതുകൊണ്ടാ. അതെ, അല്ല, ഞാൻ പറഞ്ഞത് അതാണ്. പരാജയമായതുകൊണ്ട് കുറച്ച് മാറ്റി നിർത്തി എന്ന് പറഞ്ഞു. മാറ്റി നിർത്തി. അതുപോലെ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളുണ്ടാവും പാർലമെന്ററി തലത്തിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ സ്വരാജും ഇത്തരത്തിൽ തൃപ്പൂണിത്തുറയിൽ തോറ്റതാണല്ലോ. ആ സ്വരാജിനെ എന്തിന് ഇപ്പോ
പൊക്കിക്കൊണ്ടുവരണം. അതാണ് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചത്. പിണറായി വിജയൻ എന്ന നേതാവിനെ തങ്ങളുടെ തോള് കൊടുത്ത് ചവിട്ടിക്കേറി അദ്ദേഹം പാർട്ടി സെക്രട്ടറിയും ഇപ്പൊ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതിന് കൂടെ നിന്ന ഒരു പറ്റം ചെറുപ്പക്കാരിൽപ്പെട്ട 3 പേർ, ത്രയങ്ങൾ, KN ബാലഗോപാൽ, MP രാജേഷ്, പിന്നീട് വേറെ പി രാജീവ്, ഇവർ 3 പേരും സംസാരിച്ചു. നിങ്ങളുടെ മരുമകനെ മാത്രം രക്ഷിച്ചാൽ മതി, ഞങ്ങൾ എന്തിനിവിടെ തൂക്കാനും തുളയ്ക്കാനും വെള്ളം തളിക്കാനോ നിൽക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് ഉത്തരമാണ്, സ്വരാജെ നിനക്ക് ഞാനിതാ ഒരു അവസരം തരുന്നു. അങ്ങനെയാണ് സ്വരാജ് മത്സരിക്കുന്നത്. ആ സ്വരാജ് നാളിതുവരെ പാർട്ടിക്കകത്ത് കാണിച്ച പ്രവർത്തികൾ നമ്മൾ തന്നെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. എം സ്വരാജ് ഒളിച്ചോടുന്നു, അയ്യോ എനിക്ക് മത്സരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട്. എവിടെ? സ്വന്തം നാടായ മലപ്പുറത്ത്. സ്വരാജ് ജയിക്കില്ല എന്ന് സ്വരാജിന് വ്യക്തമായിട്ട് അറിയാം. ഒരു നേതാവിന് ആദ്യം വേണ്ടത്, ഒരു CPM നേതാവായാലും ഒരു കോൺഗ്രസ് നേതാവായാലും ആദ്യം വേണ്ടത് താൻ മനസ്സ് തുറന്ന് സംസാരിക്കണം, മുഖത്ത് നോക്കി സംസാരിക്കണം, ചിരിക്കണം, പേര് പറഞ്ഞ് വിളിക്കണം. അല്ല, CPM നേതാക്കൾക്ക് ചിരി എല്ലാവർക്കും അത് പറയാൻ ഒക്കത്തില്ല. നമുക്ക് എല്ലാവരെയും പറയാൻ ഒക്കത്തില്ല. ഞാൻ പറയട്ടെ, KN ബാലഗോപാൽ കഴിവുള്ള മന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും KN ബാലഗോപാൽ എപ്പോ ചെന്നാലും ഇരിക്കും, എന്താ വിശേഷം പറയൂ. വിരളമായിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവരെയും അങ്ങനെ പറയാൻ ഒക്കില്ല. നമുക്ക് എല്ലാവരെയും കാളടച്ച് വെടിയടിക്കാൻ CPM-ന്റെ ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, കരുണാകരൻ എന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിന്റെ സ്റ്റൈലാണോ ഈ പറയുന്ന AK? എൻ്റെ ഒരു സുഹൃത്ത് ഞാനിങ്ങനെ സംസാരിച്ചപ്പോ CPM നേതാക്കളുടെ ഈ മുരട്ട് വാദവും 24 മണിക്കൂറും ബലം പിടിക്കലല്ല. ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ ഇട്ട് തേച്ചിട്ടുള്ള ഷർട്ടും മുണ്ടും ഇട്ട് വന്നിട്ട് ഈ മാതിരി വരട്ടുവാദം പറയാൻ മാത്രമേ നിങ്ങൾ പാർട്ടി പഠിപ്പിക്കൂ. ഈ ഒരു ആളെ കാണുമ്പോൾ നമുക്ക് സഖാവെ എന്ന് വിളിക്കണമെങ്കിൽ ഉള്ളു തുറന്ന് ആ വിളി വരണം. തീർച്ചയായിട്ടും അപ്പോഴാണ് അതിന് വിലയുള്ളൂ. കൂട്ടുകാരനാണ്. അതെ, സഖാവെ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരണം. ഇപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതെ, CPM-കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, ഞങ്ങൾ അങ്ങനെ ബലം, അതായത് ഞങ്ങൾക്ക് കുറച്ചൊരു പവറുണ്ട്, ഞങ്ങൾക്കൊരു ഇരുത്തം വന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ചിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സഖാവെ എന്നുള്ള വിളി തിരിച്ചെടുക്കേണ്ടി വരുമെന്ന് ഞാൻ പറയുകയും ചെയ്യും. മിക്കവാറും ഭൂരിഭാഗം നേതാക്കളും എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അധികം ചിരിക്കാതെയുള്ള, ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ KN ബാലഗോപാൽ, അദ്ദേഹത്തിന്റെയൊക്കെ ചിരി, KN ബാലഗോപാൽ, MP രാജേഷ്, രാജീവ്, വിരലിൽ എണ്ണാവുന്ന നേതാക്കൾ. അതങ്ങനെ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർ മൂലധനം വായിച്ചിട്ടുള്ളവരാണ്. മൂലധനം വായിച്ചിട്ടുള്ളതാ. CPM എന്ന് പറയുന്ന പാർട്ടി മൂലധനം വായിച്ചിട്ടുള്ളതാണ്. അവർ ഈ പറയുന്ന പോലെ തത്വവും അതും ഇതൊക്കെ അപ്പൊ തലയ്ക്കകത്ത് വിവരം കൂടി കഴിയുമ്പോൾ ചിരിച്ചാൽ ചിലപ്പം വിവരം തോന്നും. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് സ്റ്റേ ചെയ്താണ് അദ്ദേഹം ഇപ്പോൾ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ സംസാരം അവസാനിപ്പിക്കാം. മലപ്പുറത്താണ് 1996 പാർട്ടി വിഭാഗീയത കത്തിക്കേറുന്നത്. പാർട്ടിയിൽ മലപ്പുറം സമ്മേളനത്തിലാണ് വിഭാഗീയത കത്തിക്കേറുന്നത്. അന്ന് പാർട്ടിയിൽ VS പക്ഷവും പിണറായി പക്ഷവും അല്ല, VS പക്ഷവും CITU പക്ഷവുമാണ്. പിന്നീടാണ് അതിങ്ങനെ പക്ഷം മാറുന്നത്. അപ്പൊ പാർട്ടിയിൽ വിഭാഗീയത കത്തി നിന്ന മലപ്പുറത്ത് ഒരു വേള പാർട്ടിയിൽ പിണറായി പക്ഷത്തിന്റെ അന്ത്യം ഉണ്ടാകുമോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. കാര്യം പിണറായി പക്ഷം ഇപ്പോൾ ശക്തമാണ്. അതാണ് ഇപ്പോൾ ഔദ്യോഗിക പക്ഷം. പിണറായി പക്ഷവും ഒന്ന് തന്നെ, ഔദ്യോഗിക പക്ഷവും ഒന്ന് തന്നെ, പിണറായി തന്നെ പാർട്ടി, പിണറായി തന്നെ പാർലമെന്ററി നേതാവ്. അങ്ങനെ പറയുമ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് CPM-ന്റെ, അതായത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ അവസാന തെരഞ്ഞെടുപ്പ് ആകുമോ, അപ്രമാദിത്വത്തിന് ആണിയടിക്കുമോ എന്നുള്ള ആദ്യത്തെ ആ പെട്ടിയിലെ ആദ്യത്തെ ആണി ഇവിടുന്ന് ആയിരിക്കുമോ എന്നൊരു സംശയമുണ്ട്. കാര്യം എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പിണറായി വിജയൻ മനസ്സിൽ കാണുന്നത് ഒന്നാണ്. ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാം, RSSന്റെ BJP-യുടെ ഹിന്ദു വോട്ട് എം സ്വരാജിന് കിട്ടും എന്ന് പിണറായി വിജയൻ ധരിക്കുന്നുണ്ട്. ഈ അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ ഇദ്ദേഹത്തിന്റെ RSS ബാന്ധവം പറയുന്നത് ഊട്ടി ഉറപ്പിക്കും. എം സ്വരാജ് ഒരു വോട്ടിനെങ്കിലും എം സ്വരാജ് ജയിച്ചാൽ ഈ RSS ബാന്ധവം വെളിപ്പെടപ്പെടും എന്ന് നമുക്ക് പറയാം. മറിച്ച് ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൗക്കത്ത് ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരമാണ്. പിണറായി വിജയൻ പരാജയപ്പെട്ടിരിക്കുന്നു. അത് പാർട്ടിക്കകത്തും പൊതുജനങ്ങൾക്കിടയിലും എന്നുകൂടി നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.